ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടൊക്കെ മനസ്സിലാവും. ഞാനില്ലേ ഇന്നലെ സോമൻ്റെ എൻ്റെ ബൈക്ക് അങ്ങ് അടിച്ചു പോയിട്ടുണ്ടായി. ഇതാണ് യമഹ R15. ഇതിൻ്റെ വീഡിയോസ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഫോണിൽ. കാണാത്തവരാണെങ്കിൽ അതും കൂടെ കാണുക. ഗൈസ്, അപ്പോൾ ഈ വണ്ടി വെച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതിയ വണ്ടി മേടിക്കാം, കാർ മേടിക്കാം, എനിക്കൊരു മഹീന്ദ്ര താർ തന്നെ മേടിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് സെറ്റിൽ പോയിട്ട് വിൽക്കാം, എന്നാൽ മാത്രമേ വണ്ടിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ പോയിട്ട് കാർ ഷോറൂമിലോടേക്ക് പോവാം. ആക്ച്വലി കാർ ഷോറൂമിൽ ഇങ്ങോട്ടേക്കല്ല, ഞാൻ റൂട്ടിനടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വിടാം. ഓ ആ സൺറൈസ് കാണാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ കാണാം, എന്നാൽ മാത്രമേ സ്റ്റോറി മനസ്സിലാക്കുള്ളൂ. കേസ് നമ്മൾ നൈസായിട്ട് ഈ കാർ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടില്ല. ആ ബീച്ചിനവിടെ ആയിരുന്നു എൻ്റെ പൊന്നെ. ആ കോൺസെപ്റ്റ് പിടിച്ചെന്നെ ഒരു ബുക്കാട്ടി ഉണ്ട്. വണ്ടി നല്ല പവറുണ്ട് കേട്ടോ, വിചാരിക്കുന്നതല്ലേ. വേറെ പോയിട്ടുണ്ട് ജസ്റ്റ് അടിച്ചാൽ ഞാൻ അവിടെ വരെ എത്താൻ കുറച്ച് ദൂരം എടുക്കും. അവിടെ കാർ ഷോറൂം. അപ്പോൾ ഇതുവരെ ഇന്നലെ ഞങ്ങൾ പോസ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ബൈക്ക് വിറ്റപ്പോൾ എനിക്ക് ഇത്രയും വണ്ടികൾ കിട്ടിയിട്ടോ. എനിക്ക് സത്യത്തിൽ ഇതില്ലായിരുന്നു, അതും ഇത്തരം വണ്ടികൾ കിട്ടുന്നു. എന്തായാലും ഈ വണ്ടികളൊന്നും നൈസ് വണ്ടികളാണ് കേട്ടോ. ഇവിടെ രണ്ട് വണ്ടി ഇടിക്കുന്നുണ്ട്. സോറി, രണ്ട് വണ്ടി ഇടിക്കുന്നുണ്ട്. ഈ രണ്ടും സെയിം ആണെന്ന് നമ്മൾ വിചാരിക്കും. രണ്ടും സെയിം ആണല്ല. അപ്പം ഒന്ന് ലെജൻഡറാ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയത് ഏത് ലെജൻഡറെന്ന്? ഈ ഗോൾഡൻ കളറാണ് ലെജൻഡർ. ലെജൻഡർ മോശം വണ്ടിയൊന്നുമല്ല, ഫോർച്യൂണർ വേണ്ടി എൻ്റെ കോമൺ വണ്ടിയാണ്. കോമൺ കാറാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഗെയിം ഐ മീൻ ഇഷ്ടംപോലെ ആൾക്കാർ ഈ വണ്ടി പിടിക്കുന്നുണ്ടാവും. ഇന്ത്യയിൽ അധികം കാണത്തില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഫോർച്യൂണർ കേട്ടോ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ലെജൻഡറാണ്. ലെജൻഡറിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. എൻ്റെ ബാക്കിൽ ഇതേ ടൊയോട്ടയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബൈക്ക് മാത്രമേ ഉള്ളൂ. 3 ബൈക്ക് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. എന്നാണോ ഇതിലോട്ടെ നമുക്കിനി നൈസായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങണം. രാത്രി ആവാനായി. ഇപ്പം എത്രയായി സമയം? ഇപ്പം 2:30. കുറച്ച് മുമ്പ് രാത്രി ആയിക്കോളും. ഓക്കെ, ഇവിടെ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാം. ഇനി രാവിലെ കഴിഞ്ഞിട്ട് കുറേ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് വേഗം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെ രാവിലെ ആയിക്കാണ്. ഇന്ന് പെട്ടെന്ന് രാവിലെ ആയല്ലോ, എന്താണോ അങ്ങനെ? അതിലാവട്ടെ, എനിക്കാണെങ്കിൽ ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോവാം. എത്ര നാളായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ നമുക്ക് കുളിച്ചേക്കാം. എത്ര നാളായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട്? ഞാൻ മതി കുളിച്ചത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യണതാണ്. ഏകദേശം നമ്മുടെ നമുക്കിനി നല്ലതായിട്ട് സ്റ്റെപ്പിനോടൊക്കെ പോകാം. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. എന്നിട്ട് ഇതിനകത്ത് കയറാം. നമുക്കിനി ജിമ്മൊക്കെ ചെയ്യാം. ഇവിടെ അമ്പലത്തിൽ നോക്കണ്ട, അമ്പലത്തിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമുക്ക് ഈ മെഷീൻ അങ്ങ് ഓണാക്കാം. നമുക്കല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മെഷീൻ അങ്ങ് ഓണാക്കാം. ഇത് കാലത്തും തന്നെ എന്താ ആരാണോ പോയി നോക്കിയിട്ടില്ല. ഇതാരാണോ ഈ കാലത്ത് തന്നെ? ഇവിടെ ഞാൻ എന്തായാലും ചാവും. അതുകൊണ്ട് ചാവ് ഉദ്ദേശിച്ചില്ല. അങ്ങനെ സെറ്റ് വരാൻ പോയി നോക്കിയിട്ടില്ല. ആ, ഇതായാലും ടോണിയാ. എന്താ ഈ സമയത്ത്? അത് പിന്നെ എൻ്റെ ബൈക്ക് എടുക്കാനാവുന്ന നിനക്ക് എന്നുള്ള ശരിയായ ബൈക്കിൻ്റെ അടുത്ത് തന്നെ ഞാനാണെന്ന്. അല്ല, പക്ഷേ ആ ബൈക്ക് എനിക്കറിയില്ലടാ എവിടെയാന്ന്.
ആ തൽക്കാലം ഞാൻ എടുത്തിട്ടേക്കണ്. ഇതെന്താടാ നിൻ്റെ വീട്ടിൽ കുറേ ഗോൾഡൻ വണ്ടികൾ? നീ എൻ്റെ ബൈക്ക് എടുത്ത് വിറ്റുമല്ലേ? ഞാൻ വിളിക്കേ, ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല. എടാ ഞാൻ CCTV കണ്ടു. എനിക്കെങ്ങനെ മനസ്സിലായത് ഞാനാണെന്ന്? എടാ പൊട്ടാ, ഞാനല്ലേ അത് ആ ബൈക്കിനകത്ത് CCTV വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ കയ്യിലായിരുന്നു. ആ ബൈക്ക് എടുത്ത് നീ വിൽക്കുകയും ചെയ്തു. അതുകൊണ്ടില്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ ആണോട് സംസാരിക്കണം ഞാൻ കേട്ടതാ. ബെസ്റ്റ്. ഇതെൽക്കാലം ജയിലിൽ പോയി കിടന്നാൽ മതി. എടാ ടോണി, അങ്ങനെ മാത്രം പറയരുത്. എനിക്ക് കുറേ പരിപാടി ചെയ്തിട്ടില്ലടാ ഞാൻ. നീ എനിക്ക് എൻ്റെ ചേട്ടൻ ഞാൻ ഇതിൻ്റെ പരിപാടി എടുത്ത് കൊടുത്ത്. ഈ പോലീസ് സ്റ്റേഷനാണെന്നോ? ശരി, ഞാൻ വരാം. ഞാൻ പോലീസുകാരെ വിളിക്കാൻ പോവാ. എടാ വേണ്ട, എന്നാൽ പിന്നെ നീ നേരിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരണം. ശരി, ഞാൻ വരാം. ഓക്കെ. എടാ നിൻ്റെ ആ വണ്ടി തന്നെ എടുക്ക്. അതെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. ശരി, ഐ ആം തയ്യാർ. ഞാൻ കയറി. പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടോ. നിനക്കല്ലെങ്കിൽ എൻ്റെ നമ്മൾ കേട്ടോ. പോലീസുകാരോട് ഞാൻ നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടത്തുള്ളൂ. അതിൽ നിനക്ക് വലുത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പോലീസുകാർ നിന്നെ എടുത്തിട്ട് പെരുമാറും. അതിനെ അലക്കും അവർ. ഒരു കാര്യം പറയാനാ, നീ എന്നാലും എന്നോട് ചെയ്ത് തെറ്റാ. അതുകൊണ്ട് ഈ ശിക്ഷ നീ അനുഭവിക്കണം. ശരിയാടാ, ഞാൻ അനുഭവിച്ചോളാം. എടാ നീ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പറഞ്ഞ വേണ്ടി വർക്ക് ചെയ്യണേ? പോലീസുകാരോട് ഇനി സംസാരിക്കും. ഹലോ പോലീസുകാരന്, ഇങ്ങനെയാണോ നിൽക്കുന്നത്? എന്നാ കാര്യം വേണ. ശരി. ഓക്കെ ഗൈസ്, ഫൈനലി എനിക്ക് പണി കിട്ടി. ഞാനിന്ന് ഈ പൊട്ടൻ്റെ കൂടെ ഞാനിപ്പോൾ ഇരിക്കണേ. എന്നാലും പോലീസുകാർ എത്തി. ചേട്ടാ ഇപ്പം എന്നിട്ട് പറഞ്ഞേ? ഒന്നില്ല സാറേ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. അങ്ങനെയാണ്. അയ്യോ, പിസ്റ്റലിൽ ഉണ്ടോ? ബസ്റ്റിൽ ഉണ്ടേ ഇല്ല. പക്ഷേ അമ്മമാരെൻ്റെ വെപ്പൺസ് കണ്ടു. അമ്മേൻ്റെ വെപ്പൺസ് എടുക്കുമായിരിക്കും. ഓക്കെ, അവന്മാരൊക്കെ എൻ്റെ വെപ്പൺസ് എടുത്തു. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാനിനി എന്താ ചെയ്യുക? എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. എടാ ഗോൾഡാടാ. ശരി സാറേ, ഞാൻ ഗോൾഡ് തരാം എൻ്റെ പൊന്നെ. ഓക്കെ ഗൈസ്, അമ്മേൻ്റെ ബാഗും കൂടെ എടുത്തു. ഞാൻ തന്നില്ലേ എൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ തന്നോ? ശരി സാറേ. ഓക്കെ ഗൈസ്, അവൻ്റെ ഷർട്ടും എടുത്തോണ്ട് പോയി. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് പഴയതുപോലെ ആവണം. അത് ഞാൻ തരാവും. എങ്ങനെ? അടുത്ത എപ്പിസോഡിൽ ഞാൻ ജയിലിനകത്തായിരിക്കും എടുക്കുക. ടാറ്റാ, സീ യു, ബൈ ബൈ.